കായിക മേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന വാർത്തകളാണ് ആദ്യമുള്ളത്. ഒളിമ്പിക്സിൽ പ്രതീക്ഷ അർപ്പിച്ച UAE താരങ്ങൾ വിവിധ ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്ന 14 പേരിലാണ് UAE പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. പിക്കിൾ ബോൾ മത്സരം ഗൾഫിലും വ്യാപകമാകുന്ന വാർത്തയാണ് മറ്റൊന്ന്. അമേരിക്കയിലും ഇന്ത്യയിലും സ്വാധീനം നേടിയ ഈ കായിക ഇനം ഇനി ഗൾഫിലും ചുവടുറപ്പിക്കുകയാണ്. ഷാർജ ദെയ്ദിലെ മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച കടകൾ പുനർനിർമ്മിച്ചു നൽകാനുള്ള ഭരണാധികാരിയുടെ നിർദ്ദേശവും DP വേൾഡ് സൗദിയിൽ ചൂടുറപ്പിക്കുന്നതുമാണ് മറ്റു വാർത്തകൾ. എല്ലാ വിവരങ്ങളുമായും MCA നാസർ ചേരുന്നു. നാസർ, ഈ വിവരങ്ങളെല്ലാം ഒന്ന് വിശദീകരിക്കാം. ലോകം ഒളിമ്പിക്സിന് വേണ്ടിയുള്ള അവസാനവട്ട കാത്തിരിപ്പിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രം പിന്നിടുന്നതോടുകൂടി ഒളിമ്പിക്സിൻ്റെ ഒരു ആവേശത്തിലേക്ക് ലോകം നടന്നെത്തുന്നൊരു ഘട്ടത്തിൽ UAE സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളാണുള്ളത്. കാരണം വിവിധ അത്ലറ്റിക്സ് മത്സരങ്ങളിലായിട്ട് 14 പ്രതിഭകളാണ് UAEയിൽ നിന്ന് മാറ്റുരയ്ക്കുന്നത്. അതിൽ നീന്തൽ ഉൾപ്പെടെ പല ഇനങ്ങളിലും വലിയ പ്രതീക്ഷകൾ തന്നെ UAE പങ്കുവെക്കുന്നുണ്ട്. കാരണം നേരത്തെയും തങ്ങളുടെ സാന്നിധ്യവും വലിയ തോതിൽ തന്നെ ഒളിമ്പിക്സിൽ അടയാളപ്പെടുത്താൻ UAEക്ക് സാധിച്ചുവെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ മെഡലുകൾ മാത്രമാണ് UAE എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നേടാൻ സാധിച്ചത്. ഒരു സ്വർണ്ണ മെഡലും ഒരു വെങ്കലത്തിൽ മാത്രം അത് പരിമിതപ്പെട്ടു നിൽക്കുകയാണ്. കുറെ കൂടി വികസിച്ച തോതിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ മെഡലുകൾ വാങ്ങിക്കൂട്ടാനുമുള്ള ഒരു വലിയ പ്രതീക്ഷയും ആവേശവും ഇത്തവണയുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത 2031 നടക്കുന്ന ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികളും UAE മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടുതൽ ഇനങ്ങളിൽ കൂടുതൽ പേർക്ക് മത്സരിക്കാനുള്ള അവസരമൊരുക്കാനും കൃത്യമായിട്ടുള്ള ചിട്ടയോടുകൂടിയുള്ള പരിശീലനത്തിലൂടെ ലോകോത്തര കായിക വേദികളിൽ കുറെ കൂടി തങ്ങളെ അടയാളപ്പെടുത്താനുള്ള വലിയ പ്രതീക്ഷയാണ് UAE പങ്കുവെക്കുന്നത്. ഏതായാലും ഈ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ UAEയുടെ പ്രതീക്ഷകൾ എത്ര കണ്ട് പൂവണിയുമെന്ന താല്പര്യപൂർവ്വം തന്നെ UAEയിലെ കായിക ലോകം ഉറ്റുനോക്കുകയാണ്. കായിക വേദിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത എന്നത് പിക്കിൾ ബോൾ മത്സരവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, അമേരിക്കയിൽ പിറവിയെടുത്ത ഒരു കായിക ഇനം കൂടിയാണിത്. ഇത് ഗൾഫ് മേഖലകളിലേക്ക് കൂടി ഇതിൻ്റെ സ്വാധീനം എത്തിക്കാനുള്ള വളരെ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലോക കപ്പ് സ്വഭാവത്തിലുള്ള മത്സരം പോലും ഈ പിക്കിൾ ബോളിന് വേണ്ടി നടത്താനുള്ളൊരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെറിയ തുകയല്ല, $15 മില്യൺ സമ്മാന തുകയാണ് ഇതിനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അമേരിക്കയിലാണ് പിറവിയെങ്കിലും ഇന്ത്യയിലാണ് ഈ കോവിഡാനന്തരമൊക്കെ ഈ മത്സരം വലിയ തോതിൽ തന്നെ സ്വീകരിക്കപ്പെട്ട ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കായിക താരങ്ങളും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇനി വരാൻ പോകുന്ന ഇതിൻ്റെ പിക്കിൾ ബോളിൻ്റെ ലോകകപ്പ് മത്സരത്തെയും മറ്റും ഉറ്റുനോക്കുന്നതും അതിനായിട്ട് അതിൽ വിജയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. മറ്റ് UAEയിൽ നിന്നുള്ള വാർത്തകളിൽ പ്രധാനപ്പെട്ടതൊന്ന് ഷാർജ ദെയ്ദിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മാർക്കറ്റിലുണ്ടായ ഒരു തീപിടുത്തത്തിൽ നിരവധി കടകൾ കത്തി നശിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പൊടുന്നനെ തന്നെ ആ കടകൾ പുതുക്കി നിർമ്മിച്ച് നൽകാൻ, അതുമാത്രമല്ല കടയുടമകൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് ഉറപ്പ് നൽകാൻ കൈമാറാനുള്ള ഒരു നിർദ്ദേശം കൂടി ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ്റെ ഭാഗത്തു നിന്ന് ഒന്ന് ഉണ്ടായിരിക്കുന്നു. ആ പ്രഖ്യാപനം വളരെ 3 ദിവസത്തിന് അകം തന്നെ ഈ കടകൾ പൂർണ്ണമായിട്ടും പുതുക്കിപ്പണിത് ഉടമകൾക്ക് കൈമാറണം, അവർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകണം എന്നുകൂടി നിർദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പ്രദേശത്തെ ഒരു സ്വാഭാവികമായിട്ടുണ്ടായ അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ടുണ്ടായ ഒരു അഗ്നിബാധ, അതിലൂടെ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് സാന്ത്വനം പകരാനും അവരെ ചേർത്ത് പിടിക്കാനും ആ കടകളുടെ സാമ്പത്തികമായിട്ടുള്ള കേന്ദ്രീകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ഭരണാധികാരിയുടെ ഒരു താല്പര്യം കൂടിയാണ് ഷാർജ റൂളറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ഉദാരമായിട്ടുള്ള സമീപനത്തിൽ വ്യക്തമാവുന്നത്. മറ്റൊന്നുള്ളത് DP വേൾഡിൻ്റെ സൗദിയിലേക്കുള്ള സജീവമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിക്കലാണ്. കാരണം ജിദ്ദയിൽ വലിയ ഒരു ലോജിസ്റ്റിക് പാർക്ക് തുടങ്ങാനുള്ള തീരുമാനം സൗദി വകുപ്പുമായി ചേർന്ന് കൈക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നു. ഇതിനു പുറമെ റിയാദ്, ദമാം ഉൾപ്പെടെയുള്ള മറ്റ് നഗരങ്ങളിലും കൂടുതൽ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കാൻ കൂടിയാണ് ലോകോത്തരമായിട്ട് അറിയപ്പെടുന്ന DP വേൾഡിൻ്റെ തീരുമാനം. അത് ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ കൂടി സൗദി അറേബ്യയിൽ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ പദ്ധതികൾ അടുത്ത വർഷത്തോടു കൂടി തന്നെ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.